നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ചിങ്ങവനത്ത് 20 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് മാമൂട് സ്വദേശി ജിജോ. MDMA വാങ്ങാനെത്തിയ 3 യുവാക്കളും പോലീസ് കസ്റ്റഡിയിൽ. കോട്ടയം ആലപ്പുഴ ജലപാതയിൽ പോള തിങ്ങി നിറഞ്ഞു. ബോട്ട് സർവീസ് നിലച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ പോളവാരൽ യന്ത്രം കേടായി തുരുമ്പെടുക്കുന്നു. പുതുപ്പള്ളി പള്ളിയിലേക്ക് ഭക്തജന പ്രവാഹം. പൊന്നിൻകുരിശ് ത്രോണോസിൽ സ്ഥാപിച്ചു. വിറകടിയിൽ ചടങ്ങിൽ ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. കോട്ടയം ചിങ്ങവനത്ത് MDMA-യുമായി യുവാവ് പിടിയിലായി. അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തുകയായിരുന്ന ലഹരി മരുന്നുമായി മാമൂട് സ്വദേശി ജിജോയാണ് പോലീസിന്റെ പിടിയിലായത്. ലഹരി വാങ്ങാനെത്തിയ 3 യുവാക്കൾ കൂടി കസ്റ്റഡിയിലുണ്ട്. കോട്ടയം ചിങ്ങവനത്ത് 20 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ചങ്ങനാശ്ശേരി മാമൂട് സ്വദേശിയായ ജിജോയാണ് അറസ്റ്റിലായത്. ബാംഗ്ലൂരുവിൽ നിന്നും അന്തർ സംസ്ഥാന ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. പോലീസ് തിരിച്ചറിഞ്ഞത് മനസ്സിലാക്കിയ ഇയാൾ ചിങ്ങവനം ട്രെൻഡ്സിന് സമീപം എത്തിയപ്പോൾ എതിർവശത്തുള്ള വീട്ടുമുറ്റത്തേക്ക് MDMA അടങ്ങിയ ബാഗ് വലിച്ചെറിയുകയായിരുന്നു. സമീപത്തെ പുരയിടത്തിലേക്ക് ചാടിയ ജിജോയെ പോലീസ് പിന്തുടർന്ന് സാഹസികമായി കീഴടക്കുകയായിരുന്നു. MDMA കൈപ്പറ്റാൻ എത്തിയ കാറിലെത്തിയ 3 യുവാക്കളും പോലീസ് കസ്റ്റഡിയിലുണ്ട്. SP-യുടെ സ്ക്വാഡും ചിങ്ങവനം പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജിജോയെ നാളെ കോടതിയിൽ ഹാജരാക്കും. പോസ്കോ, വധശ്രമം അടക്കമുള്ള കേസുകളിൽ പ്രതിയാണ് ജിജോ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പോളവാരൽ യന്ത്രം തുരുമ്പെടുത്ത് നശിക്കുന്നു. കോട്ടയം ആലപ്പുഴ ജലപാതയിൽ പോള തിങ്ങി നിറഞ്ഞ് ജലഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പോലും പോളവാരൽ യന്ത്രം അറ്റകുറ്റപ്പണി നടത്താൻ ജില്ലാ പഞ്ചായത്ത് ഒരുക്കമല്ല. കോട്ടയം ആലപ്പുഴ ജലപാതയിൽ പൂർണ്ണമായും പോള നിറഞ്ഞു. 1 മാസത്തോളമായി ജലപാതയിൽ ഇത്തരത്തിൽ പോള നിറഞ്ഞു കിടക്കുകയാണ്. പോള നിറഞ്ഞതോടെ കോട്ടയം ആലപ്പുഴ ബോട്ട് സർവീസ് നിലച്ചു. പാടശേഖരങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞിട്ടിരിക്കുന്ന നെല്ല് അക്കരെ എത്തിക്കാൻ കഴിയാതെ കർഷകരും ബുദ്ധിമുട്ടുകയാണ്. എന്നാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടില്ലെന്ന് നടിക്കുകയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത്. 45 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ പോളവാരൽ യന്ത്രം തുരുമ്പെടുത്ത് നശിക്കുന്നു. 2018-ൽ ചിങ്ങവനത്തെ സ്വകാര്യ കമ്പനിയാണ് പോളവാരൽ യന്ത്രം നിർമ്മിച്ചു നൽകിയത്. 2020 വരെ മാത്രം ഉപയോഗിച്ചു. 2020-ൽ കുമരകത്ത് കൊണ്ടുവന്നതിന് ശേഷം അറ്റകുറ്റപ്പണി നടത്താതെ ഉപേക്ഷിച്ച പോലെ ഇട്ടിരിക്കുകയാണ്. പോളവാരൽ യന്ത്രം പഞ്ചായത്തുകൾക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ള അധികാരം കൃഷിവകുപ്പിനാണെങ്കിലും അനുമതി നൽകേണ്ടത് ജില്ലാ പഞ്ചായത്താണ്. കൃത്യമായി അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനക്ഷമമായിരുന്നെങ്കിൽ ജലപാതയിലെ പോള വാരിമാറ്റാൻ കഴിയുമായിരുന്നു. എന്നാൽ ജില്ലാ പഞ്ചായത്ത് കാണിക്കുന്ന അനാസ്ഥയിൽ 100 കണക്കിന് ആളുകളാണ് നേരിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിശുദ്ധിയുടെ നിറവിൽ പുതുപ്പള്ളി പള്ളി. രാവിലെ പൊന്നിൻകുരിശ് ത്രോണോസിൽ സ്ഥാപിച്ചു. ഉച്ചകഴിഞ്ഞ് നടന്ന വിറകടിയിൽ ഘോഷയാത്രയിൽ ജാതിമത ഭേദമന്യേ നിരവധി വിശ്വാസികൾ പങ്കാളികളായി. വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും നിറകുടമായി പുതുപ്പള്ളി. പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിന് ഭക്തജനപ്രവാഹം. തിങ്കളാഴ്ച രാവിലെ പെരുന്നാളിലെ പ്രധാന ചടങ്ങായ പൊന്നിൻകുരിശ് ത്രോണോസിൽ സ്ഥാപിച്ചു. 401 പവൻ സ്വർണത്തിൽ നിർമ്മിച്ചതാണ് പൊന്നിൻകുരിശ്. ചൊവ്വാഴ്ച കൂടെ വിശ്വാസികൾക്ക് പൊന്നിൻകുരിശ് ദർശിച്ച് വണങ്ങാനാകും. ഉച്ച കഴിഞ്ഞായിരുന്നു പ്രസിദ്ധമായ വിറകടിയിൽ ചടങ്ങ്. ചൊവ്വാഴ്ച നടക്കുന്ന വെച്ചൂട്ടിനുള്ള വിറകാണിത്. വാദ്യമേളങ്ങളുടെയും സ്തുതിഗീതങ്ങളുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയോടെ നടന്ന വിറകടിയിൽ ഘോഷയാത്രയിൽ പുതുപ്പള്ളി എറികാട് കരകളിൽ നിന്നുള്ള ജാതിമത ഭേദമന്യേ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. എല്ലാ വാഹനങ്ങളും എത്രയും പെട്ടെന്ന് അവിടുന്ന് നീക്കം ചെയ്യണമെന്ന് പോലീസ് അധികാരികൾ അറിയിക്കുന്നു. ചൊവ്വാഴ്ചയാണ് വെച്ചൂട്ടും നേർച്ച വിളമ്പും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ്സിനടിയിൽപ്പെട്ട് ജീവൻ പൊലിഞ്ഞ വിനോദിന്റെ സംസ്കാരം നടന്നു. സ്റ്റാൻഡിനുള്ളിലെ കൽക്കുറ്റിയിൽ തട്ടി വീണാണ് വിനോദ് ബസിന്റെ പിൻചക്രത്തിനടിയിൽപ്പെട്ടത്. വിനോദിന്റെ മരണത്തിനിടയാക്കിയത് സ്റ്റാൻഡിലെ കൽക്കുറ്റിയാണ്. വളരെ പൊക്കം കുറഞ്ഞതും പെട്ടെന്ന് ആരുടെ ശ്രദ്ധയിൽപ്പെടാത്ത കൽക്കുറ്റിയിലാണ് വിനോദ് തട്ടി വീണത്. വീണതിന്റെ ആഘാതത്തിൽ ബസിന്റെ പുറകിലത്തെ ചക്രത്തിന്റെ അടിയിൽപ്പെടുകയായിരുന്നു. ബസ് ഡ്രൈവർ ഉടൻ ബസ് നിർത്തിയെങ്കിലും അടിയിൽപ്പെട്ടുപോയ വിനോദിന്റെ തല ചിന്നിച്ചിതറി. അപ്പോൾ തന്നെ മരണം സംഭവിച്ചു. മേവട കാവുംപടിയിൽ ഓട്ടോ ഡ്രൈവറായിരുന്നു വിനോദ്. ഭാര്യ ബീനാകുമാരി കൊഴുവനാൽ ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപികയാണ്. വിഷ്ണു, കൃഷ്ണ എന്നിവരാണ് മക്കൾ. അതേസമയം പാലാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ അപകടത്തിന് കാരണമായ സർവേക്കല്ല് എടുത്തു കളയുവാൻ തിങ്കളാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. ഇതനുസരിച്ച് നഗരസഭയുടെ പൊതുമരാമത്ത് വകുപ്പ് വിഭാഗത്തെ സ്ഥലം സന്ദർശിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുവാൻ നഗരസഭാ കൗൺസിൽ യോഗം ചുമതലപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പാലാ.
സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാത്തതിനെതിരെ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോട്ടയം പാടി ഓഫീസ് ധർണ നടത്തി. തിരുനക്കരയിൽ നടന്ന പ്രതിഷേധം കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ.സി. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നെല്ലിന്റെ വില കിട്ടാത്തതിനെതിരെ കർഷക കോൺഗ്രസ് പാടി ഓഫീസ് ധർണ സംഘടിപ്പിച്ചു. കോട്ടയം തിരുനക്കരയിൽ സംഘടിപ്പിച്ച പ്രതിഷേധം കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ.സി. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നെല്ല് സംഭരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും കർഷകർക്ക് പണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് കോട്ടയത്ത് പാടി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പണം നൽകാനായി സപ്ലൈകോ അധികാരപ്പെടുത്തിയ SBI ബാങ്ക് ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയതെന്ന് കർഷകർ പറയുന്നു. കാനറ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ സംഭരണത്തിന്റെ തുക കൃത്യമായി കർഷകർക്ക് നൽകുമ്പോഴാണ് SBI നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ കീഴിൽ കാർഷിക മേഖല സമ്പൂർണ്ണമായ തകർച്ചയാണ് നേരിടുന്നതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ.സി. ജോസഫ് പറഞ്ഞു. PRS സ്വീകരിക്കാൻ പോലും SBI അധികൃതർ തയ്യാറാകുന്നില്ല. PRS കർഷകരുടെ വിഷയം അല്ലെന്നും സംഭരിച്ച നെല്ലിന്റെ പണമാണ് കർഷകർ ആവശ്യപ്പെടുന്നതെന്നും കെ.സി. ജോസഫ് ചൂണ്ടിക്കാട്ടി. നെല്ല് സംഭരണത്തിന്റെ തുക എത്രയും വേഗം ലഭ്യമാക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ PRSന് പണം കൊടുക്കാൻ തയ്യാറാകുന്നു. നമുക്ക് വേണ്ടത് PRS കൃഷിക്കാരന്റെ ആവശ്യവുമല്ല. കൃഷിക്കാരന് വേണ്ടത് നെല്ല് പാടത്ത് വിറ്റ് കഴിഞ്ഞാൽ വാങ്ങുന്ന വിറ്റ നെല്ലിന്റെ വില റെഡി ക്യാഷായി കൈ കൊടുത്താൽ മതി. അതിന് പകരം PRS ഉണ്ടാക്കി PRSന്റെ മേൽ കൃഷിക്കാരനെ കടക്കാരനാക്കി ബാങ്കിന്റെ ബാധ്യതക്കാരനാക്കി മാസങ്ങൾ കഴിഞ്ഞിട്ടും വില കൊടുക്കാൻ തയ്യാറാകുന്ന ദൗർഭാഗ്യമായ സാഹചര്യമാണ് നമ്മുടെ മേഖലയിലുള്ളത്. ജില്ലാ പ്രസിഡന്റ് അനിൽ മലരിക്കൽ അധ്യക്ഷനായി. KPCC സെക്രട്ടറി കുഞ്ഞ് ഇല്ലമ്പള്ളി, തോമസ് കുട്ടി മണക്കുന്നേൽ, സന്തോഷ് ചാന്നാനിക്കാട്, റോയ് ജോൺ ഇടയത്തറ, ജോൺ ചാണ്ടി തുടങ്ങിയവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാ വാർഷികം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് ഘോഷയാത്രയും ഉണ്ടായിരുന്നു. പാമ്പാടി ഈസ്റ്റ് 3359 നമ്പർ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ 5ാമത് ഗുരുദേവ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠ വാർഷികം ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ മുതൽ ക്ഷേത്ര ചടങ്ങുകളും അന്നദാനവും നടന്നു. വൈകുന്നേരം ശിവദർശൻ ക്ഷേത്ര ആറാട്ടുകുളത്തിന് സമീപത്തു നിന്നും വാദ്യമേളങ്ങളും കരകം, തെയ്യം തുടങ്ങിയോടുകൂടി ഘോഷയാത്ര ഉണ്ടായിരുന്നു. കൊടുവാളെടുത്ത് ചുടുതാരി കച്ചോരയിൽ നീരാട് എരിവെത്തിയ വർക്കമുളകോ പെണ്ണിൻ മനസ്സ് ജനകെത്തിയ കാമുടി. ശാഖാ പ്രസിഡന്റ് ഷാജി ഇട്ടിക്കൽ, സെക്രട്ടറി രാജേഷ് പുളിഞ്ഞാനം, വൈസ് പ്രസിഡന്റ് സുരേഷ് സുബിൻ, രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കോൺഗ്രസ് നേതാവ് NS ഹരിചന്ദ്രന്റെ 3ാം ചരമവാർഷിക ദിനത്തിൽ ജില്ലാ സോഷ്യൽ വെൽഫെയർ ഫോറം കോട്ടയം ജനറൽ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം നഗരസഭാ കൗൺസിലറും കോട്ടയം DCC സെക്രട്ടറിയുമായിരുന്ന അഡ്വക്കേറ്റ് NS ഹരിചന്ദ്രൻ ഓർമ്മയായിട്ട് 3 വർഷം. NS ഹരിചന്ദ്രന്റെ സ്മരണാർത്ഥം കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണം വിതരണം ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു. കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ, ആശുപത്രി വികസന സമിതി അംഗം PK ആനന്ദക്കുട്ടൻ, സാബു പുതുപ്പറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം PK വൈശാഖ്, മുൻ നഗരസഭാ കൗൺസിലർ VK അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എക്കാലവും മുൻപന്തിയിൽ നിന്നയാളായിരുന്നു ഹരിചന്ദ്രൻ എന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം ജില്ലാ ചെയർമാൻ അനീഷ് വരമ്പിനകം പറഞ്ഞു. ഹരിചന്ദ്രന്റെ ഓർമ്മ നിലനിർത്താൻ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹരിചന്ദ്രന്റെ ഓർമ്മ ദിവസമായി ഇന്ന് ബന്ധരായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹം ഈ രംഗത്തൊക്കെ വളരെ സജീവമായിട്ട് നിന്നയാളാണ്. കോവിഡ് പ്രതിരോധ രംഗത്തും വെള്ളപ്പൊക്ക സമയത്തും ഒക്കെ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഹരിചന്ദ്രൻ. ആ ഹരിചന്ദ്രൻ്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ
ഇനിയും മുന്നോട്ട് പോകും. വരും വർഷങ്ങളിലും കൂടുതൽ ചാരിറ്റി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള അദ്ദേഹം എന്താണോ ആഗ്രഹിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നിർധനർക്ക് കൈത്താങ്ങായി ഹെൽപ്പിംഗ് ഹാൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസഹായം ചാണ്ടി ഉമ്മൻ MLA വിതരണം ചെയ്തു. ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായധനം വിതരണം ചെയ്തു. ചാണ്ടി ഉമ്മൻ MLA വിതരണം നിർവഹിച്ചു. 25,000 രൂപ വീതം നിർധനരായ 4 കുടുംബാംഗങ്ങൾക്കാണ് ആദ്യഘട്ടമായി വിതരണം ചെയ്തത്. സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് ചെയ്യാനാവുമെന്ന് ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. അപ്പോൾ എപ്പോഴും പറഞ്ഞൊരു പോയിന്റാണ്, നമ്മുടെ മനസ്സാണ് പ്രധാനം. മനസ്സുണ്ടെങ്കിൽ എന്തു സാധ്യമാണ്. മറ്റൊരാളെ സഹായിക്കുവാൻ നിങ്ങൾ മനസ്സ് വെച്ചു. ആ വലിയ മനസ്സിന് നന്ദി എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ പേരിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. കൃത്യമായ മാനദണ്ഡങ്ങളോടെയാണ് ഗുണഭോക്താക്കളെ നിശ്ചയിച്ചതെന്ന് ചാരിറ്റബിൾ ട്രസ്റ്റ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഫാദർ എബ്രഹാം കൈപ്പൻപ്ലാക്കലിന്റെ 10ാം ചരമവാർഷികം ആചരിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അഗതികളെയും ആലംബഹീനരെയും സംരക്ഷിക്കുകയും അവർക്ക് പ്രകാശഗോപുരമാകുകയും ചെയ്ത പുണ്യപുരോഹിതനാണ് ഫാദർ എബ്രഹാം കൈപ്പൻപ്ലാക്കലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഫാദർ എബ്രഹാം കൈപ്പൻപ്ലാക്കലിന്റെ 10ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കൈപ്പൻപ്ലാക്കൽ സാന്ത്വന ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പാലാ ചെത്തിമറ്റം ദൈവദാസൻ സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അഗതികളെയും ആലംബഹീനരെയും അത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കുകയും അവരെ പ്രോജ്വലമാക്കുകയും ചെയ്ത ഒരു പ്രകാശഗോപുരമായിരുന്നു അച്ഛൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാണി സി കാപ്പൻ MLA അധ്യക്ഷനായി. ഫാദർ ജോസഫ് തടത്തിൽ, മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ, സാന്ത്വന ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ നരുവേലി, ഡോക്ടർ അനീഷ് സിറിയക്ക തുടങ്ങിയവർ പങ്കെടുത്തു. ഫാദർ എബ്രഹാം കൈപ്പൻപ്ലാക്കൽ അവാർഡുകൾ മന്ത്രി വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെന്ററിലെ 250 ഒഴിവുകളിലേക്ക് മെയ് 8-ാം തീയതി രാവിലെ 10 മണി മുതൽ കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിൽ ഇന്റർവ്യൂ നടത്തുന്നു. സ്റ്റാഫ് നഴ്സ് 100, നഴ്സ് അസോസിയേറ്റ് 100, PMS അറ്റൻഡന്റ് 50 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. വിശദ വിവരങ്ങൾക്ക് ഫോൺ 048125634451. ടൂറിസം വകുപ്പിന് കീഴിലുള്ള കുമാരനെല്ലൂർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 5 ദിവസത്തെ ഹ്രസ്വകാല കുക്കറി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധിയില്ല. ഫീസ് 5000 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 048123122504. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിങ്ങവനത്ത് 20 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് മാമൂട് സ്വദേശി ജിജോ. MDMA വാങ്ങാനെത്തിയ 3 യുവാക്കളും പോലീസ് കസ്റ്റഡിയിൽ. കോട്ടയം ആലപ്പുഴ ജലപാതയിൽ പോള തിങ്ങി നിറഞ്ഞു. ബോട്ട് സർവീസ് നിലച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ പോളവാരൽ യന്ത്രം കേടായി തുരുമ്പെടുക്കുന്നു. പുതുപ്പള്ളി പള്ളിയിലേക്ക് ഭക്തജന പ്രവാഹം. പൊന്നിൻകുരിശ് ത്രോണോസിൽ സ്ഥാപിച്ചു. വിറകടിയിൽ ചടങ്ങിൽ ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.